മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല എന്ന് മിക്ക മതസ്ഥരും വിശ്വസിക്കുന്നു. ഓരോ മതസ്ഥരും തങ്ങളുടെ മതഗുരുക്കന്മാരുടെ ആദർശങ്ങൾ പഠിപ്പിക്കുന്നു, ആ ആദർശങ്ങൾ പാലിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ആ ഗുരുക്കന്മാരുടെ മരണമോ മരണാനന്തരം അവർക്ക് എന്തു സംഭവിച്ചുവെന്നോ മൗനം പാലിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി ഒരുവന്റെ ജനനവും ജീവിതവും ഉപദേശങ്ങളും മരണവും മരണാനന്തര സംഭവങ്ങളും ഒരുപോലെ വിളിച്ചറിയിക്കുന്ന ഏകമതം ക്രിസ്തുമതമാണ്. എല്ലാ ക്രിസ്തുമത വിശ്വാസികളും യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും പുനരുദ്ധാനത്തെയും അനുസ്മരിക്കുന്ന വിശുദ്ധവാരം ഓശന്ന ഞായറാഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ്. തുടർന്നുള്ള ഒരു ആഴ്ച നോയമ്പിൻ്റെയും വിവിധ നിലകളിൽ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുകയും ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ ലഭിച്ച പ്രത്യാശയെ പുതുക്കുകയും ചെയ്യുന്നു. ഓശന്ന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഓരോ ക്രിസ്ത്യാനിക്കും ഏറെ പ്രാധാന്യമേറിയതാണ്. യഹൂദന്മാരുടെ വാഗ്ദത്ത മെസ്സിയായ യേശു ക്രിസ്തുവിൻ്റെ നഗരപ്രവേശനത്തെ സ്മരിക്കുന്ന ദിവസമാണ് ഓശന്ന ഞായർ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നുവെന്ന് സക്കറിയ പ്രവാചകൻ ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു ഓശന്ന ഞായർ ദിവസം സംഭവിച്ചത്. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രൻ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്ന് ദാവീദും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വ്യാഴാഴ്ച കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. യേശു അപ്പോൾ എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാട്ടി യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് ആരെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ, അത് ആർ എന്ന് ചോദിച്ചു. ഞാനപ്പ കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്തോവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കിടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഗത്സമന എന്ന തോട്ടത്തിൽ ശിഷ്യന്മാരെ വിട്ട് അല്പം മുമ്പോട്ട് ചെന്ന് കമണ്ണ് വീണ് യേശു 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പിൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട്
തീവെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. യൂദാ ഒരു ചുംബനം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. യേശുവിന് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാമായിരുന്നു. മുമ്പ് പല പ്രാവശ്യം അവൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി യാഗമാകേണ്ട നാഴിക വന്നു എന്നറിഞ്ഞതിനാൽ ഒഴിഞ്ഞു മാറാതെ സ്വയം പുറത്തു വന്ന് ഏൽപ്പിച്ചു കൊടുത്തു. നേരം പുലർന്നപ്പോൾ ആ വാർത്ത പലസ്തീനിലും സമീപപ്രദേശങ്ങളിലും പടർന്നു. യേശുവിൻ്റെ അനുയായികൾക്ക് ആ പകൽക്കാലം ഒരു കറുത്ത ദിനമായിരുന്നു. അവർക്കത് ദുഃഖവെള്ളിയായിരുന്നു. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുന്നിടത്ത് അവനെ കൊണ്ടുപോയി. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യരെന്ന് അവർ ഉത്തരം പറഞ്ഞു. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനെ വിസ്തരിച്ചു. അവനിൽ കുറ്റമൊന്നും കണ്ടില്ല. യേശു ഗലീലക്കാരനെന്ന് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ ഹെരോദാവിന്റെ അടുക്കൽ അയച്ചു. ഹെരോദാവ് അവനെ വിസ്തരിച്ചു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തി കൊണ്ടുവന്നു. ഹെരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. യേശു പീലാത്തോസിന്റെ മുമ്പിൽ മൗനമായിരുന്നു. തുടർന്ന് പീലാത്തോസ് യേശുവിനോട്, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് പറഞ്ഞു. ഇതു നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. പീലാത്തോസ് യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ, കൊന്നുകളക, കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം ദാവീദ് പുത്രന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ആർത്തുപാടിയവർ വെള്ളിയാഴ്ച പുലർച്ചെ അവനെ കൊന്നുകളക, കൊന്നുകളക, അവനെ ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ പീലാത്തോസ് അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തുടർന്ന് പടയാളികൾ അവനെ പീഡിപ്പിച്ചു. തന്നെ ക്രൂശിപ്പാനുള്ള മരക്കുരിശും ചുമലിലേറ്റി ഗോൽഗോഥായിലേക്ക് നടത്തി. യഹൂദാ സമയപ്രകാരം 3-ാം മണി നേരത്ത് അവർ യേശുവിനെ ക്രൂശിച്ചു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു, ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. ഏകദേശം 6-ാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇതു സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമന്ദിരത്തെ തിരശീല നടുവേ ചിത്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. പലസ്തീനിലും പരിസരത്തും ക്രൂശിനരീയമായ അതിദുഃഖത്തിലായിരുന്ന അവന്റെ അനുയായികൾ ഈ കാഴ്ചയെല്ലാം കണ്ട് ആശ്ചര്യചകിതരായി. അപ്പോൾ തന്നെ അവനെ ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് പറഞ്ഞ് ആർത്തു വിളിച്ച ജനം ഈ സംഭവിച്ചത് കണ്ട് ഭയപ്പെട്ടുപോയി. വൈകുന്നേരമായപ്പോൾ ശ്രേഷ്ഠമന്ത്രിയും
ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം പീലാത്തോസിനോട് ചോദിച്ചു വാങ്ങി. ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറവാതുക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ യേശുവിൻ്റെ അനുയായികളിൽ ഒരു കൂട്ടം സ്ത്രീകൾ അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗവും വാങ്ങി കല്ലറയ്ക്കൽ ചെന്നു. അവർ നോക്കിയപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നതും കല്ലറയ്ക്കകത്ത് കിടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്തിരിക്കുന്നതും കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലമിതാ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവിൻ. പിന്നത്തേതിൽ അവൻ്റെ ശിഷ്യന്മാരായ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റതായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയിൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. യേശു അവരോട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ സദ്വർത്തമാനം അന്നു മുതൽ ഇന്നുവരെയും ലോകമെമ്പാടും പ്രഘോഷിച്ചു വരുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. എന്നാൽ അവൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. അവൻ 3-ാം ദിവസം മരണത്തെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഈ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.